അപ്പോൾ അത്രയും വലിയൊരു അതുല്യ പ്രതിഭയുടെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കാണ് മുരളിച്ചേട്ടൻ ഇപ്പോൾ. എന്ത് തെളിവ്, എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പരാമർശമായിട്ട് വന്നേക്കുന്നത്? പരാമർശം അടിസ്ഥാനം ജയന്റെ മകനായതുകൊണ്ടാണ്. നമുക്ക് അച്ഛനെ കാണിച്ചിരുന്ന ആരാ? നമ്മുടെ അമ്മയില്ലേ? ഇല്ലേ? അതെ. മോക്കും എനിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാ ആളുകൾക്കും അച്ഛനെ കാണിച്ചു കൊടുക്കുന്ന അമ്മ മാത്രമല്ലേ? അമ്മ സത്യവും അച്ഛൻ അസത്യവും അല്ലേ? അല്ലേ? അമ്മയ്ക്കല്ലേ അറിയുള്ളൂ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന്, അല്ലേ? എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ സ്വന്തം അച്ഛനെ ഒരു അമ്മ കാണിച്ചു കൊടുക്കുന്നത് അറിയാമോ? അങ്ങനെയാണ്. ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞ് കൈക്കുഞ്ഞാഞ്ഞിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന് അന്നേരം ഓർമ്മയൊന്നുമില്ലല്ലോ, ഈ ഭൂമിയായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ, ഇല്ലേ? അപ്പോൾ അച്ഛൻ വരാൻ നേരത്ത് പറയും മോനെ മോൻ്റെ അച്ഛൻ വന്നു, മോൻ്റെ മക്കളെ അച്ഛൻ വന്നു, ഇങ്ങനെയൊക്കെ പറയത്തില്ലേ? പിന്നെ ഈ കുഞ്ഞ് കുറച്ചും കൂടി അങ്ങോട്ട് വലുതായി ഒരു ഇങ്ക് മടിയിലേക്ക് ഇരുന്ന ഇങ്ക് കുറുക്ക് എന്നുള്ള ആഹാരങ്ങൾ കഴിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് വൈകിട്ട് ജോലിയും കഴിഞ്ഞ് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യൻ കാണുമല്ലോ, ആ കൊച്ചിൻ്റെ അമ്മയെ താലി കെട്ടിയൊരു മനുഷ്യല്ലേ ഭർത്താവ് എന്ന് പറയും. അദ്ദേഹം വീട്ടിലേക്ക് കയറി വരുമ്പോൾ എന്താണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്? മോനെ ദോ വരുന്നു മോൻ്റെ അച്ഛൻ. ഇനി ആ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനം വീട്ടിന്റെ പടിയിൽ വെച്ചിട്ട് ഈ കുഞ്ഞിന്റെ കൈ കഴിച്ചിട്ട് അച്ഛൻ്റെ മോൻ എന്ത് ചെയ്യും, ചക്കര മോൻ എന്ത് ചെയ്യുന്നു പറഞ്ഞ് പൊക്കിയെടുക്കില്ലേ? അങ്ങനെ പറഞ്ഞും കേട്ടും കണ്ടും കേട്ടും ഇല്ലേ നമ്മളെല്ലാവരും നമ്മുടെ അച്ഛനെ മനസ്സിലാക്കുന്ന? അമ്മ തന്നെയല്ലേ ചൂണ്ടിക്കാണിച്ചല്ലേ?